നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ലഹരിവിരുദ്ധ സന്ദേശവുമായി വീട്ടമ്മമാരുടെ സൈക്കിൾ റാലിക്ക് തുടക്കമായി. ലഹരിക്കെതിരെ 12 വീട്ടമ്മമാർ നയിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശ സൈക്കിൾ റാലിക്ക് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമായി. ഷീ സൈക്ലിംഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സന്ദേശ റാലി 5 ജില്ലകൾ സഞ്ചരിച്ച് 230 കിലോമീറ്റർ താണ്ടി നവംബർ 8-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. യാത്രയിൽ 14 സ്കൂളുകൾ, 4 കോളേജുകൾ എന്നിവിടങ്ങളിലും ബോധവൽക്കരണം നടത്തും. റാലി തിങ്കളാഴ്ച രാവിലെ ഫോർട്ട് കൊച്ചിയിൽ ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലിയുടെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. ഡ്രഗ്സിനെതിരെ വലിയൊരു സന്ദേശം രാജ്യത്താകമാനം കിട്ടുന്ന വിധത്തിലുള്ള ഒരു സന്ദേശമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 സ്ത്രീകളാണ് ഇവിടുന്ന് സൈക്കിളിൽ നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അത് മുമ്പിൽ ഉണ്ട്. 2 ദിവസം മുമ്പ് പറഞ്ഞാൽ ഞാൻ സൈക്കിളുണ്ട്. അത് തിരിച്ചു പറഞ്ഞ് തിരിച്ചു പറയാൻ വേണ്ടിയാണ്. അത്രയും ഒരു ഇവിടുന്ന് ആരംഭിക്കുകയാണ്. കേരളീയ ഇനിഷ്യേറ്റീവ് നന്നായി ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു NGOs ആണ് അവർ നന്നായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാപ്ഷൻ തന്നെ വിമൻസ് റൈഡ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനിലാണിത് ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മയക്കുമരുന്നിനെതിരെയും വളരെ വളരെ വലിയ പോരാട്ടമാണ്. ഡോക്ടർ ബിജു രമേശ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ആന്റണി കുരുത്തറ, ഷീബാലാൽ, KA മനാഫ്, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ J ജേക്കബ്, ഗായകൻ അഫ്സൽ, ലാലു ജോസഫ്, പ്രകാശ് P ഗോപിനാഥ്, JS ഗോപിനാഥ്, B ബാലചന്ദ്രൻ, S മുജീബ്, അജയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. അതിനെതിരെ നമ്മളൊരു ഫോർമൽ ഒരു മെസ്സേജസ് നമ്മുടെ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലും നാടൻ പാട്ടുമൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു യാത്ര. എനിക്കൊന്ന് ഈ യാത്ര കൊണ്ടിട്ട് നമുക്ക് ഇത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു മെസ്സേജ് നമ്മൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും നെക്സ്റ്റ് അപ്കമിങ് ജനറേഷൻ അവർക്കൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇവിടുന്ന് തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.